ഇന്ന് ഉപ്പേരി വെക്കാനായിട്ട് നമുക്ക് കുറച്ച് പയർ പറിച്ചെടുക്കാം. നമ്മൾ പയർ നട്ടിട്ടുള്ളതേ നമ്മൾ കോവൽവള്ളി പടത്തിയില്ലേ അതിന്റെ സൈഡിലൂടെ ആയിട്ട് ഉമ്മ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ചോട് ഉണ്ട് അല്ലേ, പയറിന്റെ വള്ളി നട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് പയറായിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നല്ല നീളത്തിലുള്ള പയർ കേട്ടോ. അതായത് താഴെ കാണിച്ചു കൊടുക്ക്. ഇതൊരു ചോടാണ്, ഇങ്ങനെ പടർന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറച്ച് പയറുകളുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ ഉണ്ട് പയർ. നമുക്ക് എന്ത് ചെയ്യാം, ഒരു തലേന്ന് കുറച്ച് ഇങ്ങനെ പയർ പറിച്ചെടുക്കാം. പയർ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന വയലിലാണ്. ഇത് പിന്നെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ഉമ്മ കുറച്ചങ്ങനെ നട്ടത്. അതല്ലേ അത്യാവശ്യത്തിന് നീട്ടുണ്ടല്ലേ. പിന്നെ നമ്മള് വളം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലറി ഒഴിച്ചു കൊടുക്കും, പിന്നെ വെണ്ണീരൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു പരിചരണം മാത്രമല്ല കേട്ടോ ഈ പയറിന്. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ, ഇന്ന് തണുപ്പ് കുറവാ. ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇതൊക്കെ മുകളിൽ നമ്മളെ നെറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും അത്യാവശ്യം മൂപ്പായതാ. അവിടെ നിൽക്കട്ടല്ലേ, ഇത് മൂപ്പായതാ. ഇതാ ഇഷ്ടായിട്ടുണ്ട്. നമുക്ക് ഒത്തിരി വെക്കാം. നല്ല ഹൈറ്റ് ആയിട്ട് നമ്മള് മുകളിൽ പടത്തിയോണ്ടേ പക്ഷെ നല്ല ആയിട്ടില്ല. ഇനി എങ്ങോട്ട് പോവാ, ഇവിടെ നമുക്ക് സ്റ്റൂളിൽ കയറിയിട്ടൊക്കെ പറിക്കേണ്ടി വരും. നമുക്ക് ഈ ഭാഗത്തൊക്കെ പയറ് നമ്മളെ നെറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റൂളിൽ കയറിയിട്ടാണ് ഇവരൊക്കെ പറിക്കുന്നത്. ആയ പയറാ, അതിന്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട്. അതിന് മുകളിൽ രണ്ട് പയർ, സൂപ്പർ പയർ. ജീവിതം കിട്ടുന്നൊക്കെ ഒന്ന് പറിക്കണം, എന്നാലേ നമുക്ക് ഉപ്പേരിക്ക് പയറാവുള്ളൂ. നമ്മളിപ്പോ കടകളിൽ നിന്നൊക്കെ ഒരു കിലോ പയർ വാങ്ങാൻ പോയാൽ അപ്പൊ നല്ല വിലയാണ്, 60 രൂപ 70 രൂപയ്ക്ക് വില. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് രണ്ട് ചോടുണ്ടെങ്കിൽ തന്നെ നമ്മളെ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ നമുക്ക് പറിച്ചെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പയർ കിട്ടുകയും ചെയ്യും, നമുക്ക് വിലയും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പയർ ഇനിയും ഉണ്ടാവുന്നുണ്ട് കേട്ടോ, അതവിടെയൊക്കെ പൂക്കളുണ്ട്. ഇത് നമ്മൾ ആദ്യത്തെ വിളവെടുപ്പൊന്നുമല്ല, ഇതിന്റെ ഫസ്റ്റ് വിളവെടുത്ത സമയത്തൊക്കെ ഇതിലും നീട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കുറച്ച് നീട്ടം കുറഞ്ഞിട്ടുണ്ട്. ഒരു മീറ്റർ പയർ തന്നെയാണ് ഇത്. ആദ്യം നല്ല നീട്ടുണ്ടായി, ഇപ്പൊ ഇങ്ങനെ കുറഞ്ഞു വരിക. അത് നമ്മൾ എല്ലാ സാധനം അങ്ങനെ തന്നെയല്ലേ, വിളവെടുക്കുന്ന സമയത്ത് ആദ്യം നല്ല വലിപ്പം ഉണ്ടാവും, പിന്നീട് ലാസ്റ്റ് ആകുമ്പോൾ ചെറുതായി വരും. പക്ഷെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പയറിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു ഉപ്പേരിക്കുള്ള പയറായിട്ടുണ്ട്. പയറിനൊക്കെ ഈ സമയത്ത് നല്ല വിലയാണ് കേട്ടോ. ഞങ്ങൾ രണ്ട് രീതിയിലാണ് പയർ ചെയ്യുന്നത്, ഒന്ന് വിൽക്കാനുള്ളതും അതുപോലെ ഇതുപോലെ വീട്ടാവശ്യത്തിനൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പറിക്കാനൊക്കെ ആയിട്ട് ചെറിയ രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പം പറ്റുന്ന എല്ലാവരും ഇതുപോലെ കുറച്ചൊക്കെ പയർ നട്ടു കൊടുക്കാം. 1-2 ചോട് മതി. നമ്മളെ ആവശ്യത്തിന് പയർ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട. ഇതുപോലെ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു വിളവെടുപ്പ് നടത്താം.